എക്സസ് ആണ്, ഫേസ് ഐ ഡിയാണ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഫേസ് ഐ ഡി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെറ്റിങ്സിൽ പോവാം, ഫേസ് ഐ ഡി സെക്യൂരിറ്റി എന്നുള്ള എടുത്തിട്ട് ജസ്റ്റ് പാസ്വേഡ് അടിച്ചിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫേസ് ഐ ഡിൻ്റെ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നില്ല. ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എല്ലാ ഫോണും ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല. ഇതിലിപ്പോൾ ഫേസ് ഐ ഡിൻ്റെ ഓപ്ഷന് എനേബിൾ ആവുന്നില്ല. ചില മോഡലുകളിൽ മൂവ് ലോവർ ഹയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇഷ്യൂ ഉണ്ടാവുക. ചില മോഡൽ എററായിരിക്കും ഉണ്ടാവുക. സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഫ്രണ്ട് ക്യാമറൻ്റെ പോർട്രേറ്റ് ആണ്. ജസ്റ്റ് ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് പോർട്രേറ്റ് ചെക്ക് ചെയ്ത് നോക്കുക, പോർട്രേറ്റ് പ്രോപ്പർ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. അതും പ്രോപ്പർ വർക്കിംഗ് അല്ല. അപ്പോൾ ഡോട്ട് പ്രൊജക്ടർ പോയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഫേസ് ഐഡിനെ കൺട്രോൾ ചെയ്യുന്നത് IR ക്യാമറയും ഫ്ലഡ് ഇലുമിനേറ്ററും ഡോട്ട് പ്രൊജക്ടറുമാണ്. ഈ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ഡോട്ട് പ്രൊജക്ടർ തന്നെയാണ്. ഡോട്ട് പ്രൊജക്ടർ റിപ്പയർ ചെയ്യുന്നതിനാണ് ചെറുതായിട്ട് കാണിച്ചു തരാം. ഫോൺ ആദ്യം ഡിസംബിൾ ചെയ്യുക. സ്ക്രൂവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വെക്കുക. സ്ക്രൂവിൻ്റെ സൈസൊക്കെ മാറിക്കഴിഞ്ഞാലൊക്കെ ഇഷ്യൂ ആണ്. ഫോൺ അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കാണുന്ന പോലെ ഷീൽഡൊക്കെ ഇട്ട് പറിച്ചാൽ ചിലപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കെയർ ചെയ്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല ശ്രദ്ധിച്ചിട്ട് അയക്കുക. ഓക്കെ, ഡിസ്പ്ലേ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഡിസ്പ്ലേൻ്റെ ഷീൽഡ് മാത്രം റിമൂവ് ചെയ്യുന്നുള്ളൂ. സ്ക്രൂ സൈസിൽ മാറ്റം ഉണ്ടാവും. സ്ക്രൂ എന്ത് ചെയ്യരുത്, മാറിയിടരുത് തിരിച്ചു വെക്കുന്ന സമയത്ത്. ജസ്റ്റ് കൺട്രസ് റിമൂവ് ചെയ്യുക. കണ്ടറിൻ്റെ അടിയിലുള്ള ഗമ്മ് സ്ക്രൂ ഡ്രൈവർ ഇട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ജസ്റ്റ് ബാറ്ററിൻ്റെ മുകളിലത്തെ കണ്ടർ റിമൂവ് ചെയ്യുക. ജസ്റ്റ് ബാറ്ററിൻ്റെ മുകളിലത്തെ ഗമ്മ് മാത്രമാണ് ഞാൻ റിമൂവ് ചെയ്യാറുള്ളത്. മേലത്തെ സൈഡത്തെ മാത്രം റിമൂവ് ചെയ്താൽ മതി ബാറ്ററിൻ്റെ ഗമ്മ്. കാരണം പ്രൊജക്ടറിൻ്റെ മൊഡ്യൂള്, ഫ്രണ്ട് ക്യാമറ മൊഡ്യൂൾ മാത്രമാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. ബാക്കിയുള്ളത് ബാറ്ററി അതേ ഫിനിഷിങ്ങിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ഫുള്ളായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മുകൾ ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി, ഗമ്മ് റിമൂവ് ചെയ്താൽ മതി. ഇനി ക്യാമറൻ്റെ താഴെയുള്ള ഗമ്മുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. സ്ട്രിപ്പിന് താഴെയുള്ള സ്ട്രിപ്പ് ഡാമേജ് ആവും, അല്ലെങ്കിൽ സ്ട്രിപ്പ് ഡാമേജ് ആവുകൊണ്ട് മെല്ലെ കേസിൽ നിന്ന് റിമൂവ് ചെയ്യാം. ജസ്റ്റ് JC പ്രോഗ്രാമിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സസ് ആണ്, എക്സസിൻ്റെ കൺട്രോളിലിട്ടിട്ട് മൊഡ്യൂളൊന്ന് ചെക്ക് ചെയ്യുക, ഫങ്ഷൻ ആണെന്ന്. ഇല്ല, ചിപ്പ് ഫ്യൂസ് പ്ലീസ് റീപ്ലേസ് IC എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് കംപ്ലൈൻറ്റ്. ഇതിൽ പലതരം ഇഷ്യൂ അതിൽ വരുന്നുണ്ട്. ചിപ്പ് ഫ്യൂസാണ് ഇപ്പോൾ. അപ്പോൾ ചിപ്പ് IC എന്തായാലും നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ ICയുള്ള സ്ട്രിപ്പുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വാങ്ങിയിട്ട് അതിലേക്ക് പ്രോഗ്രാം ചെയ്താൽ മതി. ജസ്റ്റ് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാണ്, കറക്റ്റ് പ്രോപ്പർ അലൈൻമെൻ്റ് ആണോ എന്നുള്ളത്. അലൈൻമെൻറ്റ് ഈ വീഡിയോ ഫോട്ടോയിൽ കാണിച്ച പോലെ ചെയ്യണം, കറക്റ്റായിട്ടാണോ ഇരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ലെൻസും മൊഡ്യൂളും തമ്മിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ റീഫിറ്റ് ചെയ്യും വേണം. ജസ്റ്റ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് സ്ട്രിപ്പിൻ്റെ മുകളിൽ ഗമ്മ് സെപ്പറേറ്റ് ആക്കുകയാണ്. ജസ്റ്റ് സോൾഡറിങ്ങായിട്ട് ഹീറ്റാക്കിയിട്ടുണ്ട്. ഷീൽഡ് ചെറുതായിട്ട് ഹീറ്റാക്കിയാൽ തന്നെ ഗമ്മ് റിമൂവ് ആവും.
വലിയ ഹാർഡ് ഗമ്മൊന്നുമല്ല, ചെറിയ ഗമ്മ തന്നെയാണ്. ജസ്റ്റ് എന്ത് സ്ട്രിപ്പൊന്നും ഡാമേജ് ആവാണ്ട് നല്ല ചെയ്യുക. ഫ്രണ്ടത്തെ മേലത്തെ ഗമ്മ റിമൂവ് ചെയ്തതിന് ശേഷം അടുത്തത് പ്രൊജക്ടറും ലെൻസും തമ്മിലുള്ള കണക്ഷൻ വേറെടുക്കലാണ്. അതിനൊന്നും ജസ്റ്റ് സോൾഡറിങ് ആയിട്ടില്ല, ബ്ലോവർ കൊണ്ട് ഹീറ്റ് ചെയ്യണം. എന്നിട്ട് ബ്ലേഡ് കൊണ്ട് ഇതുപോലെ ഗ്യാപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല കെയർ ചെയ്തിട്ട് ഹീറ്റ് അടിച്ചില്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഒക്കെ ബ്ലറാവും. ശ്രദ്ധിച്ചിട്ട് ഹീറ്റ് അടിക്കുക. ഷീൽഡൊന്നും റിമൂവ് ചെയ്യാണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതാണ് സേഫ്. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ലെൻസ് നല്ല വൃത്തിയായിരിക്കും ക്ലീൻ ചെയ്യണം. പിന്നെ JCB പോകാൻ വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് സ്ട്രിപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്ട്രിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ് കാണിക്കുന്നത്. ചിപ്പ് വ്യൂസ് റീപ്ലേസ് സൈസ് തന്നെ കാണിക്കുന്നത്. ഡാറ്റ റീഡ് ചെയ്യുക, സേവ് ചെയ്യുക, എന്തെങ്കിലും പേരെടുത്തിട്ട് സേവ് ചെയ്യുക. ആക്സസ് ഓക്കെ. നമ്മൾ പുതിയ സ്ട്രിപ്പ് ഓൾറെഡി സ്ട്രിപ്പിൽ IC സ്ട്രിപ്പ് ഉണ്ടാവും. ജേസീൻ്റെ തന്നെയാണ് സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. വേറെ ബ്രാൻഡ് യൂസ് ചെയ്താൽ ചില ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്, ചിലതിൽ റീഡ് ആവുള്ളൂ. എല്ലാ ബ്രാൻഡും JCയിൽ സൂട്ടാവില്ല. അപ്പോൾ JCൻ്റെ സ്ട്രിപ്പ് തന്നെ മാക്സിമം ചെക്ക് ചെയ്യുക. സ്ട്രിപ്പിൽ തന്നെ IC വരുന്നുണ്ട്. അപ്പോൾ ICയിലേക്ക് നമ്മൾ റീഡ് ചെയ്ത റേറ്റ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബേൺ അടിക്കുക. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മോഡ്യൂൾ മാറ്റുന്ന അടുത്ത പരിപാടി അതാണ്. പല ബ്രാൻഡിൻ്റെയും നമ്മൾ JC പ്രോഗ്രാമർ വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമറിനനുസരിച്ച് സ്ട്രിപ്പിൽ മാറ്റം ഉണ്ടാവും. അതിനനുസരിച്ച് സ്ട്രിപ്പ് വാങ്ങിയിട്ട് ചെയ്യുക. അടുത്ത പരിപാടി അതിൻ്റെ ട്രാൻസിസ്റ്റർ ഷോർട്ടയിലാണ്. ജസ്റ്റ് ട്രാൻസിസ്റ്റർ ഒന്ന് റിമൂവ് ചെയ്യുക. ആദ്യം ഹീറ്റ് അടിച്ചിട്ട് ജസ്റ്റ് സോൾഡറിങ് ആണോ അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഡാമേജ് ആക്കിയിട്ട് ഊരുക. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഹീറ്റ് ആയാൽ തന്നെ ജസ്റ്റ് കിട്ടും. അല്ലാണ്ട് ഹീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചിട്ടാണ് സോൾഡറിങ് ആണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. നൈഫോ ബ്ലേഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഓരോരുത്തർ ഐഡിയ പോലെ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഈ ഒരു 3 ലെഗിൻ്റെ ട്രാൻസ്ഫറാണ് വരിക. വോൾട്ടേജ് റെഗുലേറ്റർ ജസ്റ്റ് റിമൂവ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. എന്ത് ചെയ്യുക, അത് ജമ്പർ അടിക്കണം. വോൾട്ടേജ് ഡയറക്റ്റ് ജമ്പർ അടിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ ജമ്പർ തന്നെയാണ്, സാധാ നോർമൽ 007 എമ്മിൻ്റെ ജമ്പർ വേറെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
ഇതാണ് ജമ്പർ ചെയ്യേണ്ട കണക്ഷൻസ്. മാർക്ക് ചെയ്ത പോലെ ജമ്പർ ചെയ്യുക. ശേഷം മോഡ്യൂള് റിമൂവ് ചെയ്തിട്ട് പുതിയ ഐഡിയിലേക്ക് ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് സോൾഡറിങ് ചെയ്യേണ്ട മുകളിൽ വെച്ച് തന്നെ പോരും. ഹീറ്റായാൽ റിമൂവ് ചെയ്യുന്നുണ്ട്. പുതിയ ഫ്ലക്സിൽ കുറച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് വെച്ചെടുക്കുക. പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. ഇരുന്നിട്ടുണ്ട്. ഇനി ഒന്ന് JC വെച്ചിട്ട് JC പ്രോഗ്രാമിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണ്. FPC ഫങ്ഷൻ ഈസ് നോർമൽ എന്നാണ് കാണിക്കുന്നത്. സോ ചെയ്തത് വർക്ക് ഓക്കെ ആണ്. ഇനിയത് റീഫിക്സ് ചെയ്യണം. റീഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് റിമൂവ് ചെയ്ത പോലെ തന്നെ അലൈൻമെൻറ്റ്, മോഡ്യൂളിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ലെൻസിൻ്റെ കൂടെ വെക്കണം. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ ലെൻസിൻ്റെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുക. അലൈൻമെൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇരിക്കുന്നതിന് കുറച്ച് ഫേസ് ഡിറ്റക്റ്റ് ആവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. സ്ലോവും ചിലപ്പം ലോക്ക് തുറക്കാത്ത കംപ്ലൈൻറ്റ്, അങ്ങനെ പല ഇഷ്യൂസും വരും. കറക്റ്റ് അലൈൻമെൻറ്റ് തന്നെ ഇരുത്തണം. പിന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മുകളിൽ. ഷീൽഡ് റിമൂവ് ആയതുകൊണ്ട് തന്നെ ഷീൽഡിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്ലൂ കൊടുക്കുന്നത്. ഗ്ലൂ ഉള്ളിലേക്ക് ഇറങ്ങാണ്ട് നോക്കണം. സൂപ്പർ ഗ്ലൂആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ഗ്ലൂ പ്ലസ് ക്യൂക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. കുറച്ച് സ്ട്രിപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇളകരുത്. അലൈൻമെൻറ്റ് നമ്മൾ വെക്കുന്ന സമയത്തൊന്നും ഇളകാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് സ്ട്രിപ്പിലെടുത്ത് 2 സ്ട്രിപ്പും തമ്മിലൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, സൂപ്പർ ഗ്ലൂ ഇട്ടിച്ചെടുക്കുകയാണ്. കഴിഞ്ഞ് ഇത്ര പണിയുള്ളൂ. പിന്നെ ചെക്ക് ചെയ്യുക. ഈ ഗ്യാപ്പിൽ കസ്റ്റമർ സെറ്റ് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ സെറ്റ് പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഫിക്സ് ചെയ്യുകയാണിപ്പോൾ. സാധനം സെറ്റ് ചെയ്തു. കണ്ടേഴ്സൊക്കെ ഇട്ടു. സ്പീക്കറിൻ്റെ സ്ട്രിപ്പ് നിർബന്ധമാണ്. ഫേസ് സൈഡ് വർക്കാണെങ്കിൽ പ്രോപ്പർ ഡോട്ട് പ്രൊജക്ടറും സ്പീക്കർ സ്ട്രിപ്പും ഒരിക്കലും മാറാൻ പാടില്ല. പിന്നെ ഫേസ് സൈഡ് റെഡിയാക്കാൻ പറ്റില്ല. സെറ്റിങ്സിൽ പോവുക. ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ്. ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പാസ്വേഡ് അടിച്ചതിന് ശേഷം സെറ്റ് ചെയ്യുക. സാധനം ഉണ്ടാകുന്നതാണ്. ഓക്കെ. ലോക്ക് സ്ക്രീൻ ആക്കിയിട്ട് തുറക്കുന്നുണ്ട് നോക്കുക. വർക്കിംഗ് ആണ്, പ്രോപ്പറാണ്. ജസ്റ്റ് ഷീൽഡൊക്കെ ഇട്ട് പാക്ക് ചെയ്യാം. ഷീൽഡ് ഇടുമ്പോൾ കറക്റ്റ് സ്ക്രൂ തന്നെ ഇടണം. ഷീൽഡ് കറക്റ്റ് സ്ക്രൂ ഇട്ടില്ലെങ്കിൽ ഫോൺ ഡെഡ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ബോർഡ് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ട് ഇടുക. ചെക്ക് ചെയ്യുക. എല്ലാം സെറ്റായ ശേഷം ബോട്ടം സ്ക്രൂ എന്ത് ചെയ്യുക, ജസ്റ്റ് തിരിച്ചിടുക. ബോട്ടം സ്ക്രൂ ഒന്നും ഇടാതെ കൊടുക്കരുത് സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ലോക്ക് വർക്കിംഗ് ആണ്. ഓക്കെയാണ്. അപ്പോൾ പറ്റുന്ന മാതിരി എന്ത് ചെയ്യാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സിമ്പിൾ പരിപാടി. പോർട്രേറ്റൊക്കെ
ഉണ്ട്. അപ്പോൾ വർക്കിംഗ് ആണ്. മൂവ് ഫർദർ അവേ എന്നുള്ള ഓപ്ഷന് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം.